അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവരായിരിക്കും നമ്മളിൽ പലരും. കടങ്ങൾ കാരണം പൊറുതിമുട്ടിയവരായിരിക്കും നമ്മളിൽ പലരും. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സമ്പത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും നമുക്കൊരു സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകണമെങ്കിലൊക്കെ സമ്പത്ത്, പണം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റി റാഹത്തും സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളെല്ലാം വീടുവാനുള്ള സമ്പത്ത് നമ്മളിലേക്ക്, ഹലാലായ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും ജീവിക്കുവാൻ സമ്പത്ത് വളരെ അനിവാര്യമാണ്. പൈസ ഇല്ലാതെ ഒരു വസ്തു വാങ്ങാൻ കഴിയില്ല, ഒന്നിനും പറ്റില്ല. ഒരാൾ സഹായിച്ച് ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ സാമൂഹിക നേട്ടങ്ങൾക്കോ അതല്ലെങ്കിൽ അവർ പേരെടുക്കുവാനോ മറ്റോ ആയിരിക്കാം. എന്നാൽ നല്ലത് ഉദ്ദേശിച്ച് സഹായിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ സഹായം, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് റജബ് 27 രാവിലെ രാത്രിയിലോ അതല്ലെങ്കിൽ 27 അന്ന് പകലിലോ ധാരാളമായി ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ മതി. ഏത് സൂറത്താണ് ഓതേണ്ടത് എന്ന് വെച്ചാൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായിട്ട് ഓതുക. അത് 27 രാത്രിയിലോ അതല്ലെങ്കിൽ പകലിലോ ആയിട്ട് ധാരാളമായി ഓതിയതിന് ശേഷം ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. പ്രത്യേകം ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിസ്കാരത്തിൻ്റെ വാർഷിക ദിനമാണ് റജബ് 27, അതായത് മിഅ്റാജിൻ്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നബിതങ്ങൾ കണ്ടുമുട്ടിയ ആ രാത്രി, നമുക്ക് നിസ്കാരം ഫർളാക്കപ്പെട്ട രാത്രിയാണത്. അതുകൊണ്ട് എല്ലാ നിസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക. 5 വക്ത് നിസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ നിസ്കരിക്കുകയും ആ കൃത്യനിഷ്ഠത പാലിക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ സൂറത്ത് ഓതുക. അതിനൊരു നിശ്ചിത കണക്കില്ല, നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ഓതുക. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെയും തജ്വീദോടുകൂടെയും വൃത്തിയായി ശുദ്ധിയോടുകൂടെ ഓതുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കടങ്ങൾ വീടുവാനും ജീവിക്കുവാനുമുള്ള സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമുക്കറിയാവുന്ന രീതിയിൽ, അത് അറബിയിൽ തന്നെ ആവണമെന്നില്ല, മലയാളത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവിടെ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. ആ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അല്ലാഹ് മതി, എൻ്റെ റബ്ബ് സഹായിക്കും, ആ സഹായത്തോളം വലുത് മറ്റൊരു സഹായവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരും. നിങ്ങൾ കടങ്ങൾ വീടുവാനുള്ള ഹലാലായ സമ്പത്ത് നിങ്ങളിൽ വന്നു ചേരും. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കുവാൻ, നമുക്ക് അഭിമാനത്തോടു കൂടിയും ഇസ്സത്തോടു കൂടിയും ജീവിക്കുവാനുള്ള സമ്പത്ത് നമ്മളിൽ വന്നു ചേരും. അത് ചിലപ്പം നമുക്ക് ജോലിയിൽ അതൊരു പക്ഷേ നമ്മുടെ ജോലിയിൽ ശമ്പള വർധനവ് മൂലമായിരിക്കാം, അതല്ലെങ്കിൽ ബിസിനസ്സിൽ ധാരാളമായി ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കാം. അങ്ങനെ പല മാർഗത്തിലായിട്ട് നമുക്ക് സമ്പത്ത് നമ്മളിൽ വന്നു ചേരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് ഈ ദിവസങ്ങളിൽ ചൊല്ലുവാൻ, ഓതുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുമൂലം നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം നീങ്ങി
നമുക്ക് ജീവിക്കുവാനും റാഹത്തിനും ഇസ്സത്തിനും സമാധാനത്തിനും ജീവിക്കുവാനുള്ള സമ്പത്ത് നമ്മളിൽ വന്നു ചേരുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.